നീ എന്റെ തണ്ടിയല്ല, പിന്നെ ഞാൻ തന്നെ നേരിട്ടിടപെട്ടത് ഒരു പെൺകുട്ടിന്റെ കാര്യമായതുകൊണ്ടാ. വേലായിട്ടൻ ഇവിടെ സ്വന്തം ആളാ. ആളുടെ മോളൂട്ടിക്ക് ഒരു വിഷം വന്നു വെച്ചാ നമുക്ക് ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം റാഗിങ്ങൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്തിരി പോന്ന ക്രാവിന്റെ അടുത്ത് പാവാട പൊക്കണം, ഷഡ്ഡിമുള്ള പുള്ളി കാണണം എന്നൊക്കെ പറയുന്നത് എന്തുട്ട് റായിങ്ങടാ മൂരിയെ. ഒരു നമ്മുടെ സിസ്റ്റേഴ്സാട്ടാ. ഈ റാഗിങ് സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടോരം വരകിയാല് ഈ പൂള കണ്ടിച്ച് മൂരിന്റെ ഒപ്പം വെക്കും ചുണ്ണ. കാര്യം നമ്മള് മൂന്നാളുള്ളൂ, പക്ഷെ മേത്തോട്ടാ തീർത്തോളാട്ടാ. ജെയ്സനാ പറയണേ, കേട്ടിട്ടുണ്ടാവും, വരാല് ജെയ്സൺ. എന്റെ തൊണ്ടയില് ബാക്കി ശ്വാസം ഉണ്ടെങ്കി നിന്റെയൊക്കെ വീട്ടിൽ കയറി പണിയും ജെയ്സൺ, ഉടുമടക്കം. ഞാൻ ആർക്കാടാ തൊടണ്ടേ? ആർക്കാ തൊടണ്ടേ? ആർക്കാണ് കൊടുക്കണ്ടേ? ോ ചാടി 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 ഇങ്ങനെ പോണേ കണ്ടോ നീ? വേറെ സാധനം ബിജുവിന്റെ അടുത്ത് നമുക്ക് നിനക്ക് കാറ് കെട്ടിപ്പെറുക്കാനേ സമയമുള്ളൂ. എടാ ഇവിടെ കാറ് വേണമെന്ന്. ആ ചെറുത് വേണ്ടട്ടോ, വലുത് പറക്കണ കാറുണ്ട് അവിടെ. ആ പറഞ്ഞുണ്ട്, വേണമെന്ന് പറ. ആ കാറ് പറഞ്ഞ നീ കട്ട് ചെയ്തോ? നമുക്ക് വേഗം കൊണ്ടുട്ടാ. എന്തേ പറവട്ടാനിന്ന് കാളത്തോടും അവിടെയൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ചെയ്യാരം, അത് കഴിഞ്ഞ് മൈലിപ്പാടം. ഇപ്പൊ ദേണ്ടേ രാജ്യം വിട്ടു പോണോന്നാ. ഓടി ഓടി എനിക്ക് മതിയായി. ഇങ്ങനെ കാക്കാലത്തികളെ പോലെ ജീവിക്കാൻ എന്നെ കൊണ്ട് മേല. മേലെ നിനക്ക് എന്താടി മേലാത്ത? പൊക്കോ നിന്റെ പഴയ പൂഞ്ഞാറ്റ ചാക്കോന്റെ മേലേക്ക്. എന്താ സ്കൂൾ മാഷ കെട്ടിയേ ഒറ്റക്കൂരമ ചന്തി ഉറപ്പിക്കാൻ? നിന്റെ വാഴൂരെ കഞ്ഞി അച്ഛന്മാരോട് ചിലക്കണമാരി എന്റെ അടുത്ത് കീറിയാണ്ടല്ല. ആ എന്തടാ? ജയസേട്ടൻ, റാഫേൽ നമ്മുടെ ദുബായ് വിഷന്റെ ഭാര്യന്റെ അടുത്ത് സംബന്ധത്തിന് പോയിട്ടുണ്ട്.